ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. കേട്ടിട്ടില്ല? ഗുഡ് ഈവനിങ്. 2 മണിക്ക് വന്നിരിക്കുന്നതാണല്ലേ, മടുത്തു തുടങ്ങിയില്ലേ? പക്ഷെ നമുക്ക് എന്തെങ്കിലും ടേക്ക് ഹോം വേണ്ടേ? നമ്മൾ ഇവിടെ വന്ന് ഇത്രയും പേരെ കണ്ടു, ഇവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു, കുറച്ച് പേർക്ക് അവാർഡ് കിട്ടി. ഇതിനേക്കാൾ ഉപരി നമുക്ക് എന്തെങ്കിലും ടേക്ക് ഹോം വേണ്ടേ? വേണോ? യെസ്. ഇതിൽ എത്ര പേര് MBA കഴിഞ്ഞവരുണ്ട്? നിങ്ങൾക്കും കൈവക്കാട്ടോ MBA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എത്ര പേരുണ്ട് MBA കഴിഞ്ഞേക്കുന്നേ? 1 2 3 4 5 6 7 1000 സംരംഭകരുള്ളൊരു വേദിയിൽ 7 പേരാണ് MBA കഴിഞ്ഞേക്കുന്നത്. MBAക്കാർക്ക് ജോലി കൊടുക്കുന്ന എത്ര പേരുണ്ട്? പോകട്ടെ, എല്ലാ കൈകളും പോകുന്നില്ലേ? ഉണ്ട്. പക്ഷേ ഈ MBA ചെയ്യാഞ്ഞിട്ടും ബിസിനസ് പഠിക്കാഞ്ഞിട്ടും നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ബിസിനസ്സുകാരെ? ഞാനും MBA ചെയ്തിട്ടില്ല, ഞാനൊരു ജേർണലിസ്റ്റാണ്. എൻ്റെ പാർട്ട്ണർ രംഗുവും MBA ചെയ്തിട്ടില്ല, രംഗു ഒരു ജേർണലിസ്റ്റാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും നമ്മളൊക്കെ സംരംഭകരായത്? ഒരുപാട് ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണോ? അപ്പം ഇവരെല്ലാവരും വിജയിച്ച സംരംഭകരാണ്, നമ്മളും വിജയിച്ചവരാണ്. എന്നാലും ഞങ്ങളും വിജയിച്ചവർ തന്നെ കേട്ടോ. എന്നാലും ഞങ്ങളെക്കാളും ഒരുപിടി മുകളിൽ നിൽക്കുന്നവരല്ലേ സെലിബ്രിറ്റി ഓൺട്രപ്രണേഴ്സ്. ഞങ്ങൾ നിങ്ങൾക്ക് ഇട്ടേക്കുന്ന മനോഹരമായ പേരാണ് സെലിബ്രിറ്റി ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ഇവരെങ്ങനെയാണ് വിജയിച്ചതെന്നും ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ്സിൽ ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണെന്നും ഒരു കുറച്ചു നേരം നമുക്കൊരു ടേക്ക് ഹോം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം പോകുന്നത് മഹേഷിലേക്കാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലേക്കാരും മഹേഷിനൊരു പ്രത്യേകതയുണ്ട്. ബാക്കി എല്ലാവരും സ്വന്തമായി സംരംഭം തുടങ്ങി, സ്വന്തമായി ഒരുപാട് താഴ്ചകളുണ്ടായി, സ്വന്തമായി വളർന്നു, പിന്നെയും പ്രശ്നങ്ങളുണ്ടായി, ഇതിനെയൊക്കെ ടേക്ക് കെയർ ചെയ്ത് വളർത്തിയവരാണ്. പക്ഷെ ഇവരെക്കാളും കഷ്ടപ്പാടായിരുന്നു മഹേഷിന്. കാരണം എന്താണെന്ന് വെച്ചാൽ, പറയുമ്പോൾ പട്ടാഭിരാമൻ സാറിൻ്റെ മകൻ എന്തെങ്കിലും ഒരു തട്ടിക്കേട് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണോ? അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്താണ്? ഒരിക്കൽ സ്പാർക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഞാനും രംഗുവും ഷമീം എന്ന് പറഞ്ഞ വ്യക്തി കൂടി ചേർന്ന് നടത്തുന്നൊരു ചാനലാണ്. ഈ ചാനലിൽ നമ്മുടെ നവാസിക്കാനെ, അദ്ദേഹം ഇന്നിവിടെ വരേണ്ടതായിരുന്നു, സാങ്കേതിക തടസ്സങ്ങൾ കാരണം വരാതിരുന്നാണ്. അദ്ദേഹത്തെ സ്പാർക്കിൻ്റെ കഥ പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്: ഞാൻ എന്ത് കഥ പറയാനാ, എനിക്ക് കഷ്ടപ്പാടിൻ്റെ കഥകളൊക്കെ കുറവാണ്, എൻ്റെ കഥ ഞാൻ പറഞ്ഞില്ല പറഞ്ഞത്, എൻ്റെ പപ്പയാണ് പറയേണ്ടത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഒരു സംരംഭം വളർത്തുന്നതിനേക്കാളും പാടാണ് ഒരു സംരംഭം ഒരു ലെഗസി കാത്തു സൂക്ഷിച്ച് ചീത്തപ്പേരില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പം മഹേഷ് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്ത് ബിസിനസ്സിൽ അത് എത്രത്തോളം സാധ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നമസ്കാരം. ഇപ്പോൾ എനിക്കിപ്പോൾ 40 വയസ്സായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 18 വയസ്സിൽ മുമ്പ് തന്നെ അച്ഛൻ്റെ കൂടെ കടയിൽ പോകുമായിരുന്നു. അന്നൊക്കെ സ്കൂളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു. അത്ര നേരം പഠിക്കാണ്ടിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ അങ്ങനെ പോയി ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അപ്പം ഞാനായാലും ചേട്ടനായാലും ഞങ്ങളുടെ കസിൻസ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ തന്നെയായിരുന്നു. വലിയൊരു ഫാമിലിയാണ്. അപ്പം നിങ്ങൾ പറഞ്ഞു കഷ്ടപ്പാട്, ഇതിൽ കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾ കസിൻസൊന്നും ഞങ്ങൾ ഒരു കഷ്ടപ്പാടും അനുഭവിച്ചിട്ടില്ല. അത് ഞങ്ങൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ബേസ് പണിത് വെച്ചിരിക്കുകയായിരുന്നു. അതാ അച്ഛൻ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അച്ഛനായാലും വലിയച്ഛനായാലും ഞങ്ങൾക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ടപ്പാടും ഇല്ല. ഇത്ര നല്ല രീതിയിൽ ബിസിനസ് പോകുമ്പോൾ ഞങ്ങൾ എന്തിനു വേണ്ടി പഠിക്കണം എന്നുള്ളൊരു ചിന്ത പോലും ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുള്ളൊരു കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അച്ഛനത് ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അപ്പോഴാണ് ശരിക്കും റിസ്ക് കൂടിയത്. ഇത് നല്ല നിലയ്ക്ക് കൊണ്ടുപോകേണ്ട ഒരു ചുമതലയുണ്ടല്ലോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് അച്ഛൻ ഇന്നും ഫുള്ളായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. പക്ഷെ എന്തൊക്കെയായാലും അന്ന് ഏൽപ്പിക്കുമ്പോൾ കുറച്ചും കൂടിയും ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്ക് കൂടുതലുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അന്ന് ഒരു ഷോറൂമേ ഉണ്ടായിരുന്നു, കല്യാൺ സിൽക്സ് തൃശ്ശൂർ ഒരു ഷോറൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് 36 ഷോറൂംസ് ഉണ്ട്. ഒരു കയ്യടി കൊടുക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അത് കല്യാൺ സിൽക്സ് എന്നുള്ള ബ്രാൻഡ് മാത്രം കൂടാണ്ട് ഒരു 5 കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ളൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു ഫാഷൻ ബ്രാൻഡ് ഞങ്ങൾ കഴിഞ്ഞ മാസം തൃശ്ശൂർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 5 ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ 100% ആ ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ തെറ്റുകൾ സംഭവിക്കാതിരിക്കാം.
തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് തിരുത്താനും പറഞ്ഞു തരാനും ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം വളരെയധികം. ഞങ്ങൾക്കൊന്നും ഇല്ലാത്തത് അതാണ്, പറഞ്ഞു തരാൻ ഒരാള്. ഞങ്ങൾ തെറ്റ് ചെയ്താൽ ഞങ്ങൾ തന്നെ തിരുത്തണം. അതേസമയം ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് തെറ്റ് ചെയ്തു വെച്ചാൽ അപ്പം പണി പോയി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മകനല്ല എന്തായാലും കഴിച്ചു കൂട്ടാണ്ട് പറ്റില്ലോ വെച്ചിട്ട് അച്ഛനായാലും ഞങ്ങളെ കൊണ്ട് നടന്നിട്ടുണ്ട്. ശരിയാണോ സാറേ? ശരിയാണോ? തെറ്റ് പറ്റിയിട്ടില്ല എത്ര? അല്ല, തെറ്റിപ്പോൾ പറ്റിയിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അത്ര അബദ്ധങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിലേക്ക് പോകുന്ന കാലങ്ങൾ തൊട്ട് തന്നെ ഞങ്ങൾ കടയിലാണ്. പിന്നെ വീട്ടിലായാലും അച്ഛനായാലും അമ്മയായാലും ഞങ്ങളെല്ലാം സംസാരിക്കുന്നത് കച്ചവടം മാത്രമാണ്. അപ്പോൾ പിന്നെ മോർ ദാൻ ആൻ എഡ്യൂക്കേഷണൽ ഡിഗ്രി അവിടെയൊക്കെ നമുക്ക് എന്താ പറയുക, പ്രാക്ടിക്കൽ നോളജ് സീറോ ആണ്, തിയറിറ്റിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ. ഈ പ്രാക്ടിക്കൽ നോളജിൽ മാത്രമല്ലേ നമുക്ക് എന്തായാലും കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സഹായം ഞങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളത് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇനി എന്താണ് കല്യാൺ സിൽക്സിന്റെ ഇപ്പം പുതിയ ജനറേഷൻ വന്നപ്പോഴുള്ള അപ്ഡേഷൻസ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞങ്ങൾ പുതിയ എന്താ വെച്ചാൽ നാട് ഓടുമ്പോൾ നടുക്ക് കൂടെ ഓടുക എന്ന് പറയൂല, അതേമാതിരിയാണ്. ഇപ്പോൾ കല്യാൺ സിൽക്സ് എന്നുള്ളൊരു ട്രഡീഷണൽ ബ്രാൻഡ് ഓൾറെഡി ഞങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് സ്റ്റിൽ ഗോയിങ് ഓൺ. ജനങ്ങളുള്ളിടത്തോളം കാലം വരെ കല്യാണങ്ങൾ ഉണ്ടാവും. കല്യാണങ്ങൾ ഉള്ളിടത്തോളം കാലം പെൺകുട്ടിക്ക് സാരിയും വേണം, പയ്യന് പട്ടുമുണ്ടോ ഷെർവാണിയോ സൂട്ടോ എന്തായാലും വേണം. അതെന്തായാലും നന്നായിട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിന് പുറമെ ഞാൻ പറഞ്ഞു ഫാഷൻ ബ്രാൻഡായിട്ട് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്, അതും ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റോർ ഞാൻ പറഞ്ഞല്ലോ 1.5 മാസമായിട്ടുള്ളൂ. ഇറ്റ് ഇസ് ഡൂയിങ് വെരി ഗുഡ്. അടുത്ത മാസം കോട്ടയത്തും തൃപ്പൂണിത്തുറയും ഇനോഗ്രേഷൻ ഉണ്ടാവും. ഒരിക്കലും ഒരു സംരംഭകൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോയി കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ മാർക്കറ്റ് സ്റ്റഡി ഒന്നും നടത്തണ്ട, കാരണം അവർ മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം എത്രത്തോളം മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടാണ് ഒരു പുതിയ ഔട്ട്ലെറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? മാർക്കറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ജനങ്ങൾക്ക് പഞ്ഞില്ല, എവിടെ പോയാലും മാർക്കറ്റാണ്. പക്ഷെ കോർപ്പറേറ്റ് ചെയ്യുന്ന മാതിരിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ആ നാടിനെ നമുക്കറിയാം. ഇപ്പോൾ തൃശ്ശൂരായാലും ഇപ്പോൾ കേരളത്തിലായാലും എന്തായാലും ഇപ്പോൾ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ബോംബെന്നോ ഡൽഹിന്നോ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരിൽ പൈസ ഇഷ്ടംമാതിരി ഉണ്ട്. അവർക്ക് വെറുതെ എക്സ്പാൻഷൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വന്നിട്ട് കുറേ കടകൾ അങ്ങോട്ട് തുടങ്ങുക, അതിൽ കച്ചവടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കേണ്ട ഒരു ആവശ്യം ഇവർക്കില്ല. അവർക്ക് ദേ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ദ നമ്പർ ഓഫ് സ്റ്റോർസ് മോർ. അതിൽ പിന്നെ അവർ IPO പോവും, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പോവും. നമ്മളൊന്നും ആ ലെവലിലേക്ക് ആയിട്ടില്ല. നമുക്ക് ആ മാർക്കറ്റ് അറിയാം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. കച്ചവടം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പോണേ. 4 പേർക്ക് അവിടെ ജോലി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോണേ. ബാക്കിയുള്ളവർക്ക് അതൊന്നുമില്ല. ആ ലോക്കൽ സെൻറ്റിമെൻറ്റ്സോ കൾച്ചറോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരാവശ്യം ഈ കോർപ്പറേറ്റ്സിനില്ല. എത്ര ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്? ഇപ്പൊ കഷ്ടി 7000 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. കൈയടിക്കണ്ടേ? 7000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കേരളത്തില്. ശരിക്കും വലിയൊരു കൈയടി കൊടുക്കേണ്ടതാണ്. മഹേഷ്, താങ്ക് യു സോ മച്ച്. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത് ശിവചേട്ടനോടാണ്. ശിവചേട്ടൻ ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തി കൂടിയാണ്. ശിവചേട്ടാ, ഇവിടെ ഒരുപാട് ഹോം അപ്ലയൻസസ്, ചെറിയ രീതിയിൽ ഹോം അപ്ലയൻസസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലേ? ഡാറ്റ സംഘടനയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നത് മുതൽ ഒരുപാട് റീറ്റെയിൽ ഷോപ്പുകളുള്ള ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ. ഇപ്പം ഞാനും ഒരു മൊബൈൽ എടുക്കാൻ പോയി ആദ്യം നോക്കും ഓൺലൈൻ പ്രൈസ്, എന്നിട്ടാണ് കടയിലെ പ്രൈസ് നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ കടയിൽ പോയി നോക്കിയിട്ട് നേരെ എൻ്റെ ഫോൺ എടുക്കും, ആമസോണിൽ നോക്കും, എത്രയാണ് റേറ്റ് എന്ന് നോക്കും. ഈ ഒരു കൊമേഴ്സ് ട്രെൻഡ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന, ഇപ്പം ഡ്രസ്സാണെങ്കിൽ ചിലരുണ്ട് ടച്ച് ചെയ്ത് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ടെടുക്കുന്നവർ. പക്ഷേ സാംസങ്ങിൻ്റെ ഒരു മൊബൈൽ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു ട്രെൻഡ് നമ്മുടെ ബിസിനസ്സിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? നമസ്കാരം. എന്നെ പറഞ്ഞതുപോലെ കൊമേഴ്സ് ട്രെൻഡ് ഒരു പരിധി വരെ നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയം വരെ നന്നായി ഉണ്ടായിരുന്നു. ഫാസ്റ്റാണ്. അപ്പോൾ ഞങ്ങളത് റിക്കവർ ചെയ്ത് വരികയാണ്. കാരണം 2 ആസ്പെക്റ്റിലാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ ഫിസിക്കൽ സ്റ്റോറിൽ എന്ത് പുതിയ അനുഭവങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ആ അനുഭവങ്ങൾ, ഇന്നൊവേറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ കൊമേഴ്സിൽ പോയിരുന്ന ആളുകൾ തിരിച്ചു വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച്. 1. 2, നമ്മൾക്കും സ്വന്തമായി കൊമേഴ്സ് ചെയ്യാം. ഞങ്ങളത് പരീക്ഷിച്ച് വിജയിച്ചു. വളരെ ഗ്രോയിങ് ആണ്. ഇപ്പം ഞങ്ങളുടെ ടോട്ടൽ ഫിസിക്കൽ സ്റ്റോർ ബിസിനസ്സിന് ടേൺ ഓവറിൻ്റെ 10% കൊമേഴ്സ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ചെയ്യുന്നുണ്ട്. 10% ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾക്ക് റീജിയണൽ കൊമേഴ്സിനൊരു സാധ്യത ജനങ്ങളുടെ മുമ്പിലുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടിനേക്കാളും വിശ്വസ്തത റീജിയണലി ഉള്ള നമ്മുടെ ഷോപ്പുകൾ കൊമേഴ്സ് ഭംഗിയായി ചെയ്താൽ, കറക്റ്റ് അപ്ഡേഷനോടുകൂടി, കറക്റ്റ് എല്ലാ ഫീച്ചേഴ്സോടും കൂടി
ഇ കൊമേഴ്സ് ചെയ്യാനുള്ള ധൈര്യം നമ്മൾ കാണിച്ചാൽ നമുക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. പറ്റുമെന്നാണ് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ബഹുകിട കമ്പനികളായ വലിയ വലിയ കോർപ്പറേറ്റുകളോട് അല്ല, പറ്റുമെന്നാണ് നമുക്ക് പറയുന്നത്. പല അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് സെയിം ഡേ ഡെലിവറി കൊടുക്കാം. നമ്മുടെ ഷോപ്സ് ഉണ്ടല്ലോ എല്ലായിടത്തും. സെയിം ഡേ ഡെലിവറി സർവീസ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് സർവീസിന് എങ്ങനെയാണ് സർവീസ്? കോൾ സെൻറ്ററിൽ വിളിക്കണം. നമ്മളുടെ കേസിൽ എന്താണ്? നമ്മുടെ ഷോപ്പിലേക്ക് അവർ ഡ്രോപ്പ് ചെയ്താൽ മതി, നമ്മുടെ സർവീസ് സെൻറ്ററിലേക്ക് നമ്മൾ സർവീസ് ഡയറക്റ്റ് ചെയ്തു കൊടുക്കും. യെസ്, ഉറപ്പായിട്ട് ചെയ്തു കൊടുക്കും. പക്ഷെ ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒരുപാട് പേര് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തേക്കുന്നവർ വന്നിട്ടുണ്ടാകും. നമ്മളൊരു കോട്ടൊക്കെ എടുത്തൊരു ഇ കൊമേഴ്സ് ചെയ്യാൻ ഈ ഷിജോ ചേട്ടന് സാധിക്കും. എത്ര ഷോപ്പായി? 37 ഷോപ്പ്. 37 എത്ര ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? കുറച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഷിജോ ചേട്ടനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ ഒരു ഇ കൊമേഴ്സ് ആപ്പ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിളാണോ ഒരു 3-4 റീറ്റെയിൽ ഷോപ്പുള്ള കച്ചവടക്കാർക്ക്? അല്ല, അതൊരു ഷോപ്പ് തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഇ കൊമേഴ്സിനോട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി വെക്കണം. ഒരു ബ്രാഞ്ച് തുടങ്ങാനാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ആകുന്നില്ല സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ അത് സ്കെയിലപ്പ് ചെയ്ത് വരുമ്പം ഉറപ്പായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നേക്കാൾ വളരെ ആധികാരികമായിട്ട് നമ്മുടെ മാതച്ചേട്ടൻ അതിനെക്കുറിച്ച് ആ കാര്യത്തിൽ വിദഗ്ധൻ ഇവിടെ ഇരിപ്പുണ്ട്. അല്ല, മാത്തിച്ചേട്ടൻ എങ്ങനെ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ കൊട്ടയിലാക്കാമെന്ന് PhD എടുത്തിരിക്കുന്ന ആളാണ്. ഈ ഒരു ഒമ്നി ചാനൽ അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മോഡൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ പേടിച്ച് മാറി നിൽക്കാതെ ഒരേ സമയം ഫിസിക്കൽ സ്റ്റോറും ഓൺലൈനും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ. ഓക്സിജൻ്റെ ഒരു വളർച്ചയിൽ ഇപ്പം എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്? 1200. 1200 എംപ്ലോയീസ് വർക്ക്. എത്ര ഷോപ്പ് ഉണ്ട്? 37 ഷോപ്പ്. അടുത്ത ഷോപ്പ് എവിടെ പ്ലാൻ ചെയ്യുന്നത്? നോർത്ത് സൈഡിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു വളർച്ചയിൽ ഒരു HR-ൻ്റെ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഇരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ HR-ൽ നോക്കുന്ന HR-ൽ ഭയങ്കര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന വ്യക്തിയാണ് JK. നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ ഒരു എംപ്ലോയീനെ എടുക്കുന്നു, കാരണം സർവീസ് ഇൻഡസ്ട്രിയാണ്. ഒരു ആള് വന്ന് അവൻ അകത്ത് കയറി ചിരിക്കുന്ന ഒരു മുഖത്തോടൊരു ആള് സ്വീകരിച്ചില്ലെങ്കിൽ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തൊട്ടപ്പുറേ ഇതുവേനേക്കാളും ഓഫർ കൊടുക്കുന്ന കടകൾ ഒരുപാടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു HR-ലേക്ക് വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? ഒന്ന്, സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഇപ്പോഴും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ്. അതൊന്നും ഔട്ട്സോഴ്സിങ്ങിന് പോയിട്ടില്ല. അത് ഫൈനലി നമ്മളൊക്കെ തന്നെ അത്. അപ്പം നേരത്തെ മഹേഷ് പറഞ്ഞ പോലെ ഇവിടുത്തെ നാടിൻ്റെ സ്പന്ദനം നമുക്കറിയാം. നമ്മുടെ ഏജൻസികളുടെ ആവശ്യമില്ല. കേരളം ചെറിയൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെയും പ്രാദേശികമായ സോഷ്യോ പൊളിറ്റിക്കലായ സാഹചര്യങ്ങൾ നമുക്കറിയാം. അവിടെ ഏത് തരം ആളുകളെ വിന്യസിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഓൾറെഡി നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ആളുകളെ ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇപ്പം ഡെഫിനറ്റ്ലി നമ്മുടെ കുട്ടികളെല്ലാം പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് നമുക്കൊരു യാഥാർത്ഥ്യമാണ്. ആരും ഇവിടെ നിൽക്കുന്നില്ല. ഒരു +2 കഴിയുമ്പം മറ്റ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുന്നുണ്ട്. ആളുടെ അവൈലബിലിറ്റി ഒരു വലിയ ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷെ കിട്ടുന്നവരെ എങ്ങനെ ഗ്രൂം ചെയ്തെടുക്കാം, ട്രെയിനിങ് കൊടുക്കും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ ഗ്രൂം ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. HR-ലേക്ക് ഡയറക്റ്റാണ് റിക്രൂട്ട് ചെയ്യുന്നത്? ഡയറക്റ്റ്ലി തന്നെയാണ്. തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. ഇപ്പം നമ്മുടെ ജിബിൻ ചേട്ടനാന്ന് തോന്നുന്നു HR നോക്കുന്നല്ലേ, അനിയൻ തന്നെയാണ്. അപ്പോൾ ഒരു വിശ്വാസ്യതയുണ്ട്. ഓക്കെ, ഇനി ഞാൻ മാത്തിച്ചേട്ടനിലേക്ക് പോകാം. കാരണം ഇവിടെ പറഞ്ഞൊരു ടോപ്പിക്കിന്റെ അതാണ് മീൻ വിറ്റ് കോടികൾ നേടുന്ന ഒരു സംരംഭകൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ കോടികൾ എങ്ങനെയാ ആമസോണിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? കാരണം നമുക്കൊക്കെ എന്താ ആവശ്യം? നമ്മുടെ കച്ചവടവും വളർത്തി വലുതാക്കണം. വലുതാക്കി കഴിയുമ്പോൾ മാത്തിച്ചേട്ടൻ ചെയ്തതുപോലെ ഇതിനെ ഒന്ന് വിറ്റ് പോക്കറ്റിൽ കാശാക്കണം. ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഉറക്കപ്പറ. അപ്പം മാത്തിച്ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞതായോ? ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. സംരംഭത്തിന് വലിയൊരു ബ്രാൻഡാക്കി വളർത്തണം, വളർത്തിയിട്ട് നാളെ ഇത് നല്ലൊരാൾക്ക് വിൽക്കണം, പോക്കറ്റിൽ കാശാക്കണം എന്നൊക്കെ. മാത്തിച്ചേട്ടൻ എങ്ങനെയാണ് ആ പ്രോസസ്സ് ചെയ്തത്? കാരണം എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറി, അരൂരുകാരൻ മീൻ വിറ്റു, കച്ചവടക്കാരനായി, അത് ഓൺലൈനിൽ വിറ്റു എന്നൊക്കെയാണ് അറിയാവുന്നത്, കോടികൾ സമ്പാദിക്കുന്നു എന്നൊക്കെയാണ് അറിയാവുന്നത്. പക്ഷെ മാത്തിച്ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തത്? ഈ വിദേശ കമ്പനികൾ പണം നിക്ഷേപിക്കുക എന്ന് പറയുന്നത് മാത്യുവിൻ്റെ മുഴുപ്പ് കണ്ടിട്ടോ ഫ്രഷ് ടോവിൻ്റെ വലിപ്പം കണ്ടിട്ടോ അല്ല. ഈ നിക്ഷേപിക്കുന്ന കമ്പനികൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫണ്ടുമായിരിക്കുന്ന കുറേ അധികം കമ്പനികളുണ്ട്. 1, 2, 1000 ഒന്നുമല്ല, അതിൽ കൂടുതലും. അത് എന്നെയും നിങ്ങളെയും പോലെ ആധാരം കൊണ്ട് ബാങ്കിൽ പണയം വെച്ചിട്ട് കുറച്ച് പൈസയായിട്ടിരിക്കുന്ന ടീമല്ല. ഇപ്പം ഞങ്ങളുടെ C-ലെവൽ ഫണ്ടിങ്ങിൽ ഞങ്ങളെ കാണാൻ US നിന്നൊരു കമ്പനിയുണ്ട്. അവരുടെ ഫണ്ടിൻ്റെ വലിപ്പം $1 ട്രില്യൺ. ആരും കാൽക്കുലേറ്റ് ചെയ്ത് അടിക്കണ്ട, കിട്ടിയാൽ അതിൽ $1 ട്രില്യൺ. അതിൻ്റെ ഇന്ത്യൻ രൂപ അത്രയെന്നൊരു സോഫ്റ്റ്വെയർ വെച്ച് അടിച്ച് നോക്കിയാൽ കിട്ടും ചിലപ്പോൾ. അത്രയും പൈസ ഇരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്ഥലം തിരക്കി നടക്കുവാണ്.
അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായാലും ഞാൻ ചെയ്യുന്നതായാലും ഇവിടെ മീൻ കച്ചവടം ചെയ്തിട്ട് അവർ വരാൻ കാണുന്നു ബാക്കിയുള്ളത് നിങ്ങളുടെ കയ്യിൽ അതിലും വലിയ സാധനമല്ല. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ എന്ത് നോക്കുന്നു? ഞാൻ 100 രൂപ ഇട്ടാൽ 3 വർഷം കഴിയുമ്പോൾ അല്ല 5 വർഷം കഴിയുമ്പോൾ എനിക്ക് 200 രൂപയുമായി തിരിച്ചു പോകാൻ പറ്റൂ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അതിന് പറ്റിയ ടീമാണോ, അതിന് പറ്റിയ കൊണ്ടു നടക്കാൻ കഴിവുള്ളവരാണോ, അതിന് പറ്റിയ ചാൻസ് ഉണ്ടോ, അവരിറങ്ങിയിരിക്കുന്ന മേഖല ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നേക്കാളും നിങ്ങളെക്കാളും വ്യക്തമായി പഠിച്ചിട്ടാണ് അവർ നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അങ്ങനെ പഠിക്കുന്ന കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് ഫ്രഷ് ടു ഹോമിൽ പണം വന്നു എന്നതിനപ്പുറത്തേക്ക് വരുന്ന തലമുറയുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വളരെ നല്ലൊരു ചാൻസ് ലോകത്തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ $1 ട്രില്യൺ കമ്പനി വന്നപ്പോൾ എന്നോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് 3 കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കഴിയുന്ന ഒരാളാണ്. എനിക്ക് പോലും അറിയാത്ത കേരളത്തിലെ 3 സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് USA ഇരിക്കുന്ന സായിപ്പ് എന്നോട് ചോദിക്കുകയാണ്. മീൻസ് നിങ്ങൾ എന്തിവിടെ തുടങ്ങിയാലും അതിനെ നോക്കിക്കാണുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിപ്പുണ്ട്, യാതൊരു സംശയമില്ല. അല്ലാതെ എൻ്റെ അളിയന്മാരൊന്നുമല്ല ഗൂഗിളും മൈക്രോസോഫ്റ്റൊന്നും. അവരിങ്ങനെ നോക്കിക്കണ്ടു എവിടെ കൊണ്ടേ പൈസ ഇട്ടാൽ ഞങ്ങൾക്ക് ഇരട്ടിയായി കൊണ്ടുപോകാം. പണ്ടൊക്കെ നമ്മുടെ സ്വപ്നം, നമ്മുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ട്, പൈസ ഇട്ടാൽ അവൻ ഈ കമ്പനീനെയും കൊണ്ട് പോകുമെന്ന്. ഒന്നുമില്ലെന്നാ, അവർക്ക് കമ്പനി നടത്താനും നേരമില്ല, അതിനുള്ള സമയമില്ല. അവർക്ക് 100 രൂപ ഇടണം, 200 ആയിട്ട് തിരിച്ചു പോകണം, ഇത്രേ അവർക്ക് ആഗ്രഹമുള്ളൂ. അതിന് ഇവനെ കൊണ്ട് കഴിയുമോ, ഈ കമ്പനിയെ കൊണ്ട് നടത്തുമോ, ഈ ടീം അത് നടത്താൻ പറ്റുമോ, ഇവർ ഇറങ്ങിയിരിക്കുന്ന മാർക്കറ്റ് അതിന് വലിപ്പമുള്ളതാണോ എന്നുള്ള കാര്യങ്ങളാണ് അവർ പഠിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന മാർഗങ്ങളും വലുതാണെന്ന് കണ്ടാൽ പണവുമായി വരും. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കുകയോ വേണ്ട. അന്യരംഗം ചെയ്യുന്ന പരിപാടി ഇവിടെ 100 രൂപ ഇട്ടാൽ 200 രൂപ ആയിട്ട് തിരിച്ചു പോകാമെന്ന് ഗൂഗിളുകാരന് തോന്നി അവൻ വരും, അവൻ തിരക്കി വരും ഇവിടെ. ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ആദ്യം കമ്പനി തുടങ്ങുമ്പോൾ മാത്യുചേട്ടൻ മാത്രമാണ് അതിൻ്റെ ഓണർ. പിന്നീട് അതിനകത്തേക്ക് ഷാൻ ചേട്ടൻ കടന്നു വരികയാണ്. ഇന്ന് കയ്യിൽ എത്ര % ഷെയർ ഉണ്ട്? ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള കുഴപ്പം. ഈ കുഴപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് പ്രശ്നം ഇല്ലേ? നമുക്കൊക്കെ ഇല്ലേ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ കമ്പനി ഈശ്വര 49% അവനൊരു 50 കോടി തരാന്ന് പറഞ്ഞാലും കൊടുക്കാൻ തയ്യാറാവോ? ഈ മനസ്സും മനസ്സിലേക്ക് ഇല്ലേ നമ്മൾ മാറ്റേണ്ട കാലം കഴിഞ്ഞു. 51% ഷെയർ എൻ്റെ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ആരാണ്ട് കൊണ്ടുപോകും. ഇതൊക്കെ നമ്മുടെ പഴയ സങ്കല്പമാണ്. നിങ്ങളതിനെ ഞാൻ പറഞ്ഞ കേൾക്കണ്ട. ഫ്ലിപ്കാർട്ടിൻ്റെ കഥ നോക്കിക്കോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ അത് സ്ഥാപിച്ച ബിന്നി ബിൻസാലിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 6.5% ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ 6.5%. ഈ 6.5%-ൽ ബിന്നിയുടെ വാല്യൂ എത്രയാണെന്നറിയോ? ആ 6.5% വാല്യുവേഷൻ 1600 കോടി രൂപയാണ്. സച്ചിനും ബിന്നിയും കൂടി തീരുമാനിക്കുകയാണ് ഞങ്ങൾ 100% ആർക്കും കൊടുക്കില്ല, ഞങ്ങൾ തന്നെ തിന്നും എന്നും പറഞ്ഞവർ ആദ്യം തൊട്ടേ ഇരുന്നിരുന്നെങ്കിൽ അവരുടെ 100% കിട്ടിയാലും 1000 കോടി പോലും കിട്ടിയല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ സങ്കല്പങ്ങളെ മാറ്റണം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ദുബായിൽ ചെന്നപ്പോൾ ഇവിടെ ആരുണ്ട് IPL ഞാൻ സംസാരിച്ചാൽ പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ ഈ NRIക്കാർ നോക്കും, NRIക്കാർ എവിടെയാണ് നിക്ഷേപിക്കുന്നത്? അവരിപ്പോഴും ആ പരമ്പരാഗതമായി ഏതെങ്കിലും ഫ്ലാറ്റ് വാങ്ങും, ഒരു സ്ഥലം വാങ്ങും, എന്തെങ്കിലും ചെയ്യും, എന്നിട്ട് ഇവിടെ കൊണ്ട് പൈസ ഇടും. നിങ്ങൾ അതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ മക്കളുടെ ബുദ്ധിയിലും ഐഡിയയിലും പണം നിക്ഷേപിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇനിയും പഴയ ആ സങ്കല്പങ്ങളുമായിട്ട് നിങ്ങൾ നടക്കരുത്. ഇപ്പോൾ ഫ്രഷ് ടു ഹോമിൻ്റെ എനിക്കൊരു സങ്കടമുള്ള ഞാൻ പറയാം. ഫ്രഷ് ടു ഹോം വലുതായി. ഞങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത് 1 കോടി ഇട്ടവനൊക്കെ ഇപ്പം 24-30 കോടിയായി മാറി. ഫസ്റ്റിലെ ഇട്ടവൻ്റെ ഇത് വളർന്നപ്പോൾ ആർക്കൊക്കെ പ്രയോജനം ഉണ്ടായെന്നറിയോ? സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായി, ഞങ്ങളുടെ കോ ഫൗണ്ടേഷൻ എല്ലാം ഉണ്ടായി. ഓക്കെ, പിന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്? ഞങ്ങളുടെ നിക്ഷേപകർക്കാണ്, അല്ലേ? ഭാഗ്യം കൊണ്ടാണ് നിർഭാഗ്യമാണ് ഒരൊറ്റ മലയാളി ഇതിനകത്ത്. അന്നൊക്കെ ഭാഗ്യമായിട്ടായിരിക്കും ഞങ്ങൾ കാണുന്നത്. ഒരൊറ്റ മലയാളി അതിനകത്തില്ല. കാരണം എന്താ പറയുക, മലയാളി 1 കോടി രൂപ ഇടാൻ ചെല്ലുന്നതിന് മുമ്പേ ആദ്യത്തെ ചോദ്യം എനിക്ക് എന്ത് കിട്ടുമെന്നാണ്. അടുത്ത മാസം എനിക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ ചോദ്യമായിട്ട് പോയെന്നാൽ നമുക്ക് ഇനിയുള്ള കാലത്ത് നിക്ഷേപം നടക്കുകയില്ല. അങ്ങനത്തെ ചോദ്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഫ്ലാറ്റില്ല അവിടെ കൊണ്ട് നിക്ഷേപിച്ചിട്ടു. നിങ്ങൾ 10 സ്റ്റാർട്ടപ്പുകൾ നിക്ഷേപിക്കുമ്പോൾ 9 പൊട്ടിപ്പോക്കോട്ടെ, ഒരെണ്ണം മതിയെന്ന്. നിങ്ങൾ ഇട്ടതിൻ്റെ 4 ഇരട്ടി പൈസ കിട്ടും, മൊത്തം മുടക്കിയതിൻ്റെ 4 ഇരട്ടി കിട്ടും. അതുകൊണ്ട് ഇനി നിങ്ങളുടെ സങ്കല്പങ്ങളെയൊക്കെ മാറ്റി എഴുതി പഴയ തലം അതിന് മാറ്റി ഷെയർ എത്ര ശതമാനമുണ്ട്, 51 എൻ്റെ തന്നെ ഇരിക്കണം എന്നൊന്നും വിചാരിച്ച് നടക്കേണ്ട കാലമല്ല ഇത്. അതിനുള്ള സമയമല്ല. നിങ്ങൾ വളരണോ? വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ അനന്ത ആകാശം പോലെ വിശാലവും ആഴി പോലെ അഗാധവുമായൊരു ഹൃദയം വേണം. അതില്ലാതെ നമുക്കിതൊന്നും ഇനി എത്തിപ്പിടിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് ഷെയറും പെർസെൻറ്റേജൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുകളാം. നമുക്ക് ജീവിക്കാൻ എന്ത് വേണം? എനിക്കിനി ഈശ്വരൻ ആയുസ് തരുവാണെങ്കിൽ അങ്ങേയറ്റം 50 വർഷം കൂടി ജീവിക്കാൻ പറ്റും അല്ലേ? എൻ്റെ ഒരു 100 കോടി, ഇപ്പം ഈ പറഞ്ഞ ഞങ്ങളുടെ കമ്പനിയുടെ വാല്യൂഷൻ 4500 കോടി, അതൊക്കെ വിടും. എൻ്റെ ഒരു 100 കോടി രൂപ ഉണ്ടെന്ന് വെച്ചു. 100 കോടി ഉണ്ടെങ്കിൽ എനിക്ക് 50 വർഷം, ഒരു വർഷം 2 കോടി രൂപയായി. ആ 2 കോടിനെ 365 ഭാഗിച്ചാൽ എനിക്ക് 55,000 രൂപ വെച്ച് ഒരു ദിവസം കിട്ടും. എന്ത് ചെയ്യുന്നു ഞാൻ? 10 ദിവസം 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കിടക്കുമായിരിക്കും. അത് കഴിഞ്ഞ് കഞ്ഞി കുടിക്കാൻ തോന്നിയില്ലേ? അപ്പോൾ ചോദിക്കും മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല. അവരിതിലും വലുത് ഉണ്ടാക്കിക്കോളും. എൻ്റെ അപ്പൻ 5 പൈസ എനിക്ക് തരാനുള്ള ഗതി ഉണ്ടായിരുന്ന വീടല്ലേ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയായത്. അടുത്ത തലമുറ അവർ നമ്മളെക്കാൾ കഴിവും പ്രാപ്തിയും എല്ലാം ഉള്ള പിള്ളേരാണ്. അതിനുള്ള എല്ലാ സാഹചര്യവും ലോകത്തുണ്ട്. അവർക്ക് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനും അവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാനും നമ്മളവരെ കൂടെ നിന്ന് കൊടുത്താൽ മതി. അവർ നമ്മളെക്കാളും വലുതാവും, ഒരു സംശയം വേണ്ടേ. ദേ സാറ് പറഞ്ഞിട്ടില്ലേ, പിള്ളേർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന്. അത്തരം മക്കളാന്ന് ഒരു സംശയം വേണ്ട. എൻ്റെ നിങ്ങളുടെ മക്കൾ അത്തരം ഒരു സംശയമില്ലേ. ഞാൻ ഇഷ്ടംപോലെ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോണവരാ. ഞാൻ പലപ്പോഴും പറയും, ഞാൻ കടലിൽ കിടന്ന മീനിനെ എടുത്ത് ഓൺലൈനിൽ വിറ്റെങ്കിൽ ആകാശത്ത് നിന്ന് മീനുണ്ടാക്കി വിൽക്കും അടുത്ത പിള്ളേർ. ഒരു സംശയം വേണ്ടേ. അത്തരം മക്കളാണ്. മതിച്ചിട്ടാ ഒരിക്കൽ ഒരു സംരംഭകൻ, നമ്മുടെ ഇന്ന് അദ്ദേഹം എത്തിയിട്ടില്ല, നമ്മുടെ സുഹൃത്താണ്, സ്പാർക്കിൽ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഷെയർ മുഴുവൻ വിറ്റു. ഞങ്ങൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് പറഞ്ഞു, ഞാനിപ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യം, വീട്ടിൽ 15 വയസ്സുള്ള മോനോട് പറയുമ്പോൾ മോൻ ചോദിക്കുന്ന പപ്പയ്ക്ക് വട്ടാന്നാണ് പറയുന്നത്. ഇതിനൊന്നും ഇപ്പോൾ ഒരു ബിസിനസ് സാധ്യതയില്ലെന്ന്. അപ്പം അടുത്ത 5 വർഷത്തേക്ക് അദ്ദേഹം ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. 5 വർഷം കഴിഞ്ഞിട്ടേ പുള്ളി അതായത് ഇപ്പോഴത്തെ പിള്ളേരുടെ മൈൻഡ് സെറ്റ് മാറിയിട്ട് ശേഷമാണ് പുള്ളി ഒരു ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ശരിയാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്ത മാത്യുചേട്ടൻ പറഞ്ഞതുപോലെ ഇത് വിൽക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഷെയർ കൊടുക്കാനുള്ള മടിയാണ്. ഇന്ന് മുതൽ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുമല്ലേ? 5 ദിവസമെങ്കിലും നമ്മൾ റീതിങ്ക് ചെയ്യുമല്ലേ? ചെയ്യുമോ? 49% കയ്യിൽ വെക്കണ്ടല്ലേ? അർജുനെ, ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. അർജുൻ നമ്മളൊരു സ്റ്റാർട്ടപ്പ് സംരംഭകനാണ്. അർജുൻ ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്, ഇൻസ്റ്റന്റ് ഓംലേറ്റ്. ഇപ്പോൾ രംഗു ചോദിച്ചു, ആകപ്പാടെ 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ അറിയാവുന്നത് ഓംലേറ്റാ, ഇനി അതിനും കൂടി ഇൻസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. പക്ഷെ കച്ചവടം ഉണ്ടോ? ഓക്കെ മതിച്ചിടാം. താങ്ക് യു. അടുത്തത്, നമ്മളെല്ലാവരും കേരളത്തിൽ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൊണ്ട് 1.5 ലക്ഷം സംരംഭകരുണ്ടായതിൽ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് മാനുഫാക്ചേഴ്സ് ഉണ്ടായിരിക്കുന്നത്. ബാക്കി എല്ലാവരും സർവീസ് ഇൻഡസ്ട്രി, റീറ്റെയിൽ ഇൻഡസ്ട്രി, അങ്ങനെയുള്ള സർവീസ് കാര്യങ്ങളിലേക്ക് മാറിയപ്പോൾ ഹാവൽസിലെ വലിയൊരു പൊസിഷനിൽ നിന്നും താഴേക്ക് ഇറങ്ങി കേരളത്തിലൊരു സംരംഭം തുടങ്ങി. ആ സംരംഭത്തെ ഇന്ന് എത്ര കോടി ഏജൊക്കെ ടേൺ ഓവർ? ഞാൻ എല്ലാവരും ടേൺ ഓവർ ചോദിക്കുന്നില്ലേ. ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാലേ ഈ കോടി ടേൺ ഓവർ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ്. ശരിയല്ലേ? നാളെ എങ്ങനെയും നമുക്ക് ഈ കോടി ടേൺ ഓവർ ആകണമെന്നുള്ളൊരു ഇൻസ്പിറേഷൻ ഇല്ലേ? ഞങ്ങൾക്ക് ഈ കോടിയോട് ഇച്ചിരി ആഗ്രഹം കൂടുതലാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എങ്ങനെയായിരുന്നു കേരളത്തിൽ ഒരു മാനുഫാക്ചർ ആവാൻ കാണിച്ച ധൈര്യം? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് പറയാനുള്ള 2 കാര്യം. ഒന്ന് ആൻസർ. ഒരു മിനിറ്റ് ഐ ടേക്ക്. നിങ്ങൾ എല്ലാവരെയും വിളിക്കുന്ന എല്ലാവരും ഓൺട്രപ്രനേഴ്സാണ്, സംരംഭകരാണ്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. വേറൊന്നുമില്ല, നിങ്ങൾ അംബാനി ആയിരുന്നാലും 5 കോടി ചെയ്യുന്നവരും 500 കോടി ചെയ്യുന്നവരും 5000 കോടി ചെയ്താലും നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്. യു ഹാവ് ടു ഗോ ത്രൂ ഓൾ ദിസ് ഡിഫിക്കൽട്ട്. അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് സക്സസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ GDP കൂട്ടുന്നു, എംപ്ലോയ്മെൻറ്റ് കൂട്ടുന്നു. അത് 2 പേരാണോ 2000 പേരാണോ 200 പേരാണോ എന്നുള്ളതിലുപരി നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ യുവർ കോൺട്രിബ്യൂഷൻ ടുഗദർ ഓൺ ദിസ്. പിന്നെ അന്നയും രംഗുവിനെ എനിക്കറിയാം, 4-5 വർഷമായിട്ട് കാണുന്നു. ഞാൻ നോർമലി ഈ ഫങ്ഷൻസിൽ കുറച്ച് വന്നിട്ടില്ലെങ്കിൽ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയേറെ ഒരു സെഗ്മെൻറ്റ്, അതായത് എല്ലാവരെയും കൂടെ കൊണ്ടുപോവുകയും നിങ്ങളെ എൻകറേജ് ചെയ്യുകയും അതനുസരിച്ച് കളക്റ്റീവായിട്ട് പോകുന്ന ഒരു നല്ലൊരു എൻ്റർപ്രൈസിങ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇതാണ്. അതിൽ നമ്പേഴ്സിലുപരി ആൾക്കാരെ ഇൻവോൾവ് ചെയ്യുന്നതിൽ ഐ അപ്രീഷിയേറ്റ് അന്ന ആൻഡ് രംഗു ഫോർ ദിസ് ഗ്രേറ്റ് ഇൻവോൾവ്മെൻറ്റ്. ഇറ്റ് ഇസ് വണ്ടർഫുൾ. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമുക്കറിയാമെന്നുള്ളതാണ്, എസ്പെഷ്യലി കേരളം പോലൊരു സംസ്ഥാനത്ത് നിന്ന്. പിന്നെ എന്താ ക്വസ്റ്റ്യൻ മറന്നുപോയി? ഞങ്ങളെ പോയിട്ട് പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ മറന്നുപോയല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും താങ്കളുടെ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. എൻ്റെ ചോദ്യം ഇത്ര ഉള്ളായിരുന്നു. ഹാവൽസ് പറഞ്ഞൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ വലിയൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ജെക്ക് എപ്പോഴും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എൻ്റെ ലൂക്കറിൻ്റെ ഓഫീസ് റൂം 350 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഹാവൽസിൽ ഇരുന്നപ്പോൾ അതിനേക്കാളും ഇരട്ടി കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര ഒരു
വലിയൊരു സ്പേസിൽ നിന്നാണ് താഴേക്ക് ഇറങ്ങി വരുന്നതെന്ന്. ഇവിടെ കേരളത്തിലൊരു മാനുഫാക്ചററായി എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? മാനുഫാക്ചറിങ് രംഗത്തേക്ക് വന്നപ്പോഴുള്ള ഒരു ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഇല്ല, ഞാൻ ആക്ച്വലി ഞാൻ ബേസിക്കലി എഞ്ചിനീയറാണ്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചാണ്. തുടക്കം മുതൽ മാനുഫാക്ചറിംഗ് ആയിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അന്നങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. നിലനിൽക്കാനുള്ളൊരു ഇനീഷ്യൽ സ്റ്റേറ്റ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്. അങ്ങനെ വന്ന് ഞാൻ സർവീസിൽ കയറി സക്സസ്ഫുള്ളായി കുറേ വർഷം കഴിഞ്ഞതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് ബിസിനസ്സിലോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നാണ്. പിന്നെ മന്ത്രി നിൽക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ടേൺ ഓവർ 5 കോടി ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഞാനൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും സംഭവം എല്ലാം കോയമ്പത്തൂറാണ്. കാരണം ഞാനതിന് റീസണും ഒരു കോൺട്രവേഴ്സിയിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം എനിക്ക് നട റോഡിൽ പോയി വെയിലത്ത് കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റിലോട്ടേ കിടക്കുന്നില്ല. സത്യമായിട്ടേ നിൽക്കുന്നുള്ളൂ. ഞാനിപ്പോൾ മാത്യുവിനോട് പറഞ്ഞ പോലെ തന്നെ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ വേറെ ലാപ്ടോപ്പ് കഷത്തിലെടുത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് മാനുഫാക്ചറിങ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് പോവാം. ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസ് ഇവിടെയാണ്. ബട്ട് ദെൻ മാനുഫാക്ചറിങ് എല്ലാം കോയമ്പത്തൂറും തമിഴ്നാട്ടിലുമായിട്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ 2000 പലപ്പോഴും സങ്കടകരമായിട്ട് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. എൻ്റെ മകൻ എഞ്ചിനീയറാണ്, എൻ്റെ ഒരു മകൻ ഡോക്ടറാണെങ്കിലും എംപ്ലോയ്മെൻറ്റ് ആസ്പെക്റ്റ് നോക്കുമ്പോൾ 2000 പേർക്ക് നമ്മൾ കോയമ്പത്തൂർ ജോലി കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺസിലോട്ട് ഞാൻ കടക്കുന്നില്ല. ബട്ട് ദെൻ മാനുഫാക്ചറിങ് എൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാനതിൽ പോകുന്നത്. ദാറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്. ഓക്കെ, ആ ടോപ്പിക്കിനെ കുറിച്ച് പോയി കഴിഞ്ഞാൽ കോൺട്രവേഴ്സി ആവുമെന്നുള്ളത് കൊണ്ട് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് വേറൊരു ടോപ്പിക്ക് സംസാരിക്കുന്നതായിരിക്കും നല്ലതല്ലേ? JK ഒരിക്കൽ നമ്മളൊരു ഡിന്നർ വിത്ത് എ ലെജൻഡ് എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മുടെ ആദ്യത്തെ ഗസ്റ്റായിട്ട് ലെജൻഡായിട്ട് വന്നത് JK ആയിരുന്നു. അപ്പോൾ JK അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കമ്പനിയിലെ HR ഇപ്പോഴും ഞാനാണ് ചെയ്യുന്നത്. ഷിജോ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ ഒരു HR പോളിസിയിൽ നിൽക്കുമ്പോൾ, കാരണം നമ്മുടെയൊക്കെ പ്രശ്നം എന്താ, നല്ല മാർക്കറ്റിംഗ് സ്റ്റാഫിനെ കിട്ടുന്നില്ല, ശരിയല്ലേ? ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ? നല്ല മാർക്കറ്റിംഗ് സ്റ്റാഫിനെയും സെയിൽസ് ടീമിനെയും കിട്ടുന്നില്ല. എൻ്റെ മാർക്കറ്റിംഗ് പിള്ളേരിരുന്ന് ചിരിക്കണു, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഇവന്റ് ഇത്രയും സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് അവർ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഇല്ലേ ഫാസിലിക്ക? എഫേർട്ട് എടുത്തിട്ടില്ലേ എൻ്റെ മാർക്കറ്റിംഗ് പിള്ളേർ? ഇപ്പം എൻ്റെ പിള്ളേരെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇതുപോലെ കുറച്ച് പിള്ളേരെ ഞങ്ങൾക്കും തരുമോയെന്ന്. കാരണം അവർ ഭയങ്കര ആക്റ്റീവാണ്. ഞങ്ങളും അത്രയും സെലക്ഷൻ പ്രോസസ്സൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ഒരു HR പോളിസി എന്താണ്? കാരണം ഒരു ഓൺട്രപ്രണർ സെലക്ട് ചെയ്യേണ്ട പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? അല്ല, ഒരു ഓർഗനൈസേഷൻ ഇപ്പം പണ്ട് വാൾട്ട് ഡിസ്നി പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലൂക്കർ എടുത്തു കഴിഞ്ഞാലും അത് അതിൻ്റെ ബിൽഡിങ്സോ അല്ലെങ്കിൽ അതിൻ്റെ മെഷീനറീസോ ഒന്നും അല്ല ഒരു കമ്പനി ഉണ്ടാക്കുന്നത്. കമ്പനി ഈസ് ബിൽറ്റ് ബൈ പീപ്പിൾ. ഇപ്പോൾ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത ഒരു അംബാസിഡർ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആൾക്കാരെ അറിയില്ലെങ്കിൽ അംബാസിഡർ അറിയുന്ന പോലെ തന്നെ നമ്മുടെ ആൾക്കാരെയാണ് അറിയുക. അപ്പം ഇപ്പം വാട്ട് ഈ സെഡ് ഈസ് റൈറ്റ്. HR എന്നുള്ളൊരു സംഭവം നമ്മൾ വേറെ ആർക്കും വിട്ടു കൊടുക്കാറില്ല. കാരണം ഞാനൊരു കസ്റ്റമറെ ചിലപ്പം ഒരു 300 കസ്റ്റമർ, ഞാൻ ഒരു കസ്റ്റമറെ കാണുന്നുണ്ടാവുള്ളൂ. നമ്മളെ കസ്റ്റമേഴ്സിനെ കാണുന്നത് നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ എന്നെക്കാളും നന്നായിട്ട് അവർ കോമ്പറ്റീറ്റീവായിട്ടും ഇൻഫ്ലുവൻഷ്യലായിട്ടും ചെയ്യുന്ന ആൾക്കാരാവണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ HR ആണ്. ഞാൻ അന്ന് സംരംഭത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ വർക്ക് വിട്ടിട്ടാണ് നെക്സ്റ്റ് ഇതിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ ജോലി ചെയ്യാനുള്ള ഒരാൾ എന്നെക്കാട്ടിയും കോമ്പറ്റീറ്റീവ് ആണ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം എത്ര സാലറി കൊടുക്കുന്നുണ്ട് ഒരു കാരണം മാർക്കറ്റിങ്ങിന് വരുമ്പോൾ ഒരു സംരംഭകൻ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ എന്നെ റീപ്ലേസ് ചെയ്യുമ്പോൾ എത്ര രൂപ ഞാൻ എടുക്കുമോ അത്രയും എമൗണ്ട് ഞാൻ എൻ്റെ പർച്ചേസിങ് ഹെഡിന് സാലറി കൊടുക്കുന്നുണ്ടെന്ന്. ഇത് എങ്ങനെയാണ് ഈ ഒരു സാലറി ഞങ്ങൾ കൊടുക്കേണ്ടത്? അത് സാധാരണഗതിയിൽ നമ്മളൊരു മീഡിയം സ്കെയിലിൽ എന്നെയാണെങ്കിലും നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഞാൻ രാവിലെ വന്ന ഒരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ഒരു ഡ്രൈവറേ പറ്റുള്ളൂ. എയർക്രാഫ്റ്റ് ആയിരുന്നാലും ക്യാപ്റ്റൻ ഷിപ്പ് ബസ്സിനോ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഓൺട്രപ്രനേഴ്സാണ്. നിങ്ങളുടെ ബിസിനസ് നിങ്ങളാണ് ഡ്രൈവ് ചെയ്യുന്നത്. വേറെ ആർക്കും അതിലൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഒരു ബസ് ഓടിക്കുമ്പോഴത്തേക്ക് കണ്ടക്ടറോ അല്ല പാസഞ്ചേഴ്സോ ക്ലീനേഴ്സിനോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല. ബിസിനസ് നന്നായിട്ട് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങളാണ് അത് ഓടിക്കുന്നത്. ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 15 കോടിയോ 20 കോടിയോ ബിസിനസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 80% നമ്മളത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. അവിടെയാണ് പ്രോബ്ലം. ആക്ച്വലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 80% നെക്സ്റ്റ് ലെവലിൽ
ഇത് കമ്പനി എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരിക. സിമ്പിളായിട്ട് പറയാം, ഞാൻ രാവിലെ വന്ന് ഓഫീസിൽ കഴിഞ്ഞാൽ എന്ത് ബിസിനസ് ആണെങ്കിലും കുറേ പ്രോബ്ലംസ് ആൾക്കാരും കൊണ്ടുവരും. അപ്പോൾ ആ ദിവസം പോയതേ നമുക്ക് എങ്ങനെയെന്ന് അറിയാൻ പാടുണ്ടാവില്ല. അതല്ല വേണ്ടത്. നമ്മളിപ്പോൾ 10 കോടിയാണെങ്കിൽ അത് 50 കോടി എത്തിക്കണമെങ്കിൽ ആ 40 കോടി ബിസിനസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ നമുക്ക് ഫ്രീ ടൈം വേണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആരെങ്കിലും ഏൽപ്പിക്കണം. ആ ക്വസ്റ്റ്യനാണ് ഇപ്പം അന്ന പറഞ്ഞ പോലെ തന്നെ. ഇപ്പം ഞാനൊരു കമ്പനിയിൽ, ഇപ്പം താങ്കളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ ശമ്പളം നിങ്ങൾ ചോദിക്കും എന്നുള്ള കാലിബർ ഒരാളെ നിങ്ങൾ ഏൽപ്പിക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യുക. നമ്മൾ ഈ കമ്പനി റൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരാളെ നമ്മൾ മാനേജറായിട്ട് വെക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, അവനൊരു 25,000 രൂപ കൊടുക്കുക, അത് തന്നെ കൂടുതലാണെന്ന് പറയും. അവിടെ നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്യാണ്. നമ്മുടെ ജോലിയാണ് അവനെ ഏൽപ്പിക്കുന്നത്. ആ സംഭവത്തിൽ അവൻ 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഈ കമ്പനി റൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് ഒരാൾ ചെയ്യാൻ അവരെ ഏൽപ്പിച്ചാൽ മാത്രമേ മുമ്പോട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാലറി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വർക്ക്. നമ്മുടെ ജോലി ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ശമ്പളം എത്ര വേണം ആ ഒരു ശമ്പളം അവന് കൊടുക്കേണ്ടി വരും. നല്ല സെയിൽസിലുള്ള ആളെ കിട്ടണമെങ്കിൽ നല്ല സാലറി കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ പണ്ടും പറയാറില്ലേ, യു പേ പീനട്സ് യു ഗെറ്റ് മങ്കീസ്, അങ്ങനെ പറയാം. എന്നിട്ട് നമ്മൾ മങ്കിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യു ഓഫർ ഓൺലി പീനട്സ് ടു മങ്കീസ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇഫ് യു വാണ്ട് സംബഡി ബ്രില്യൻറ്റ് യു ഹാവ് ടു പേ ഹൈ. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ജയ്ക്ക്. ഞാൻ സമയം കുറവായതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത് കേട്ടോ. ഒരു കേസ് പാർക്കിലെ വീഡിയോ കണ്ടിട്ട് ഒരു വ്യക്തിക്ക്, ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിക്ക് ഒരുപാട് നല്ലൊരു തുക ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആ വ്യക്തി, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന അദ്ദേഹം ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിലെ ഒരു ചെറിയ സംരംഭം, വളരെ ചെറിയൊരു സംരംഭം, ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഇനി വളരാൻ പോകുന്ന ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഭൂമുണ്ടാക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. അപ്പോൾ നമുക്കിന്ന് ഡോക്ടർ പ്രതീഷ് കൂടെയുണ്ട്. ഈ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത്? ഇത് എങ്ങനെ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും? നമസ്കാരം, എൻ്റെ പേര് രാകേഷ്. സോറി വിട്ടുപോയതാ, സോറി. അതൊരു ചെറിയ കഥയാണ്. ഇതിന് എൻ്റെ അച്ഛനാണ് ഇതിൽ ഒരു വലിയൊരു റോള് പ്ലേ ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ ഒരു സംരംഭകനായിരുന്നു. ഹാവൽസിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ നാട്ടിലൊരു സംരംഭകനായി ഒരു വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു. തൃശ്ശൂരുകാരനാണ്. അപ്പോൾ സ്വാമിയുടെ ഒക്കെ അയൽവാസികളായിട്ട് വരും ഞങ്ങൾ. ആ ഒരു സംരംഭം അടച്ചുപൂട്ടുകയും കുറേ സമരം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എൻ്റെ അച്ഛനുണ്ടായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഞാൻ കണ്ടു. 1-2 അറ്റാക്കൊക്കെ ഉണ്ടായി. പിന്നെ എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ഞാനൊരു സംരംഭകനാവണം എന്ന് ആഗ്രഹിക്കാണ്ട് ഞാനതങ്ങനെ പഠിച്ച് നല്ല കുട്ടിയായി ലണ്ടനിൽ പോയി JP മോർഗൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു ഗ്ലോബൽ ഹെഡായി ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു കുന്നംകുളത്ത് ഉള്ള ഒരു ട്രേഡറാണ്. അപ്പോൾ ഞാൻ ഫണ്ടമെൻ്റലി നമ്മുടെ DNA എന്ന് പറയുന്നത് തന്നെ ഫണ്ടമെൻ്റലി കച്ചവടമായതുകൊണ്ടും ഒരു പോയിന്റ് എത്തിയപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് റിവേഴ്സ് മൈഗ്രേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതായത് അവിടെ വീടും കുട്ടികളും കുടുംബവും എല്ലാവരും തിരിച്ചു വന്ന് പ്രായമായിട്ടുള്ള വീട്ടുകാരെ എങ്ങനെ നോക്കാം എന്നുള്ളൊരു സൊല്യൂഷനിലിരിക്കുമ്പോൾ എൻ്റെ ഫാദറിന് ക്യാൻസർ വന്നു ഇവിടെ. അപ്പോൾ രത്തൻ ടാറ്റയുടെ ഡയറക്റ്റ് ഒരു ടീമിൽ ഇവിടെ ഞങ്ങൾ ഒരു അഡ്വാൻസ് ക്യാൻസറിൻ്റെ ഡയഗ്നോസ്റ്റിക് നമ്മുടെ CM ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. മന്ത്രി രാജീവ് സാറും ഉണ്ടായിരുന്നു. അത് തുടങ്ങിയപ്പോൾ വളരെ ആക്റ്റീവായിട്ട് നമുക്ക് കേരളം മുഴുവൻ ക്യാമ്പുകൾ നടത്താനും അതിൻ്റെ ഒരു ഗ്രൗണ്ട് ലെവൽ പൾസ് കാണാനും അതിൻ്റെ ഒരു സാമ്പത്തികമായ സാധ്യത, അതായത് ജനറ്റിക്കായിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ 50 തരം ക്യാൻസറിന് ഒരു ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് മാത്രം കണ്ടുപിടിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും, ഇന്ത്യയിലെ ഏറ്റവും അഡ്വാൻസ് ഫെസിലിറ്റി ഡൽഹിയിലും ബോംബെയിലും അല്ല, കലൂരാണ്. കൈയടിക്കണ്ടേ? ഇത് ആർക്കും അറിയാത്ത കാര്യമാണ്. അപ്പോൾ ഒരു സംരംഭകൻ്റെ ഹെൽത്ത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം ഹോസ്പിറ്റലിൽ പോയി കണ്ടതാണ്. അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇവിടെ ഇരിക്കുന്ന 1.5 ലക്ഷം സംരംഭകരുടെ അവരെല്ലാവരും എംപ്ലോയി ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർ. അപ്പോൾ അവരുടെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനായിട്ടാണ് ഇന്നിവിടെ ലോഗോ പ്രകാശനം നടത്തിയത്. അപ്പോൾ ഈ ഒരു അസോസിയേഷനിൽ ഞാൻ ഗുരുനാഥന്മാരായിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ് ഇവിടെ വേദിയിലുള്ളത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും പഠിക്കാമെന്നും ഇത് ഒരു ഗ്ലോബൽ
ബോർഡർലെസ് ഒരു ഓർഗനൈസേഷനായി കേരളം ബേസ് ചെയ്തിട്ട് കേരളത്തിൽ ആർക്കും ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവരുത്. എൻ്റെ ഫാദർ ഇന്ന് സ്റ്റേജ് 4 ക്യാൻസറിലാണ്. അപ്പോൾ ഞാനൊരു കെയർ ഗിവറും കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ. അപ്പോൾ കേരളത്തിൽ ഒന്ന് സംരംഭകരുടെ ആരോഗ്യവും പിന്നെ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി മയോ ക്ലിനിക്കും ഹാർവേർഡ് ബിസിനസ് സ്കൂളും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സും നമ്മുടെ കൂടെയുണ്ട്. ആ ടെക്നോളജി നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെ അഫോർഡബിളായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് സെർവ് ചെയ്യാന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പോൾ ഇതിന് എല്ലാവരുടെ സപ്പോർട്ടും വേണം, ഒരുമിച്ച് ഇത് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം കഷ്ടപ്പെട്ട് കാശൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ തീർന്നില്ല. ഇതൊന്നും ഉപയോഗിക്കാനും എൻജോയ് ചെയ്യാനും പറ്റൂലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം നാളെ പോകില്ല. ഞാൻ എന്താണെങ്കിലും പോകുന്നുണ്ട് കേട്ടോ. താങ്ക് യു. തീർച്ചയായും താങ്ക് യു സോ മച്ച്. ഇവിടെ 2 മണിന്റെ സെഷൻ ഉണ്ടായിരുന്നു. എത്ര പേരുണ്ട്? മധുശേട്ടൻ്റെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ കണക്ട് ചെയ്യാമെന്ന്. മധുശേട്ടാ, ഒരു ഓൺട്രപ്രണർഷിപ്പ് യാത്രയിൽ ഒരു മെൻറ്റർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് കോച്ചിന് എത്രത്തോളം ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു സംരംഭത്തിൽ? മധുശേട്ടൻ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു യാത്രയിൽ എങ്ങനെയാണ് ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഒരു ബിസിനസ് കോച്ചിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത്? എനിക്കറിയാം, വിശന്നിരിക്കുന്ന സമയമാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശന്നിരിക്കുന്ന സമയത്ത് തലച്ചോറ് വർക്ക് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് 2 മിനിറ്റിൽ അവസാനിപ്പിക്കാനാണ്. ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. മെസ്സി ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരനാണ്. പക്ഷേ മെസ്സിക്ക് ഒരു കോച്ചുണ്ട്. എന്തിനാണ് മെസ്സിക്ക് ഒരു കോച്ച് എന്ന ചോദ്യം ചോദിക്കുന്നത് പൊട്ടത്തരം പോലെയാണ്. കളിക്കുന്നവൻ്റെ വികാരമല്ല കളി പുറത്തുനിന്ന് കാണുന്നവൻ്റെ. എപ്പോഴും നമ്മൾ കളിക്കാരനായിട്ട് നിൽക്കുമ്പോൾ കളിയുടെ ഒരു എമോഷനാണ്. കളി പുറത്തുനിന്ന് കാണുന്നവൻ, ഗാലറിയിൽ നിന്ന് കാണുന്നവന് കാഴ്ച വിശാലമാണ്. കളിക്കുന്നവൻ്റെ കാഴ്ച കുറച്ചും കൂടി ചെറിയ കാഴ്ചയാണ്. ഗാലറിയിൽ നിന്ന് കാണുന്നവൻ അതിന് വിശാലമായി കാണും. അതുകൊണ്ട് ഗാലറിയിൽ നിന്ന് ചില ആളുകൾ കാണുന്നത് നല്ലതാണ്. ആ കാഴ്ച ചിലപ്പോൾ ചില ഉൾക്കാഴ്ചകൾ തരാൻ സഹായകരമാകുമെന്നാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ചുരുക്കി ഒരു വാക്ക് കൂടി പറഞ്ഞിരുത്താം. ഈ ഓൺലൈൻ ഭയങ്കര കച്ചവടം വരുന്നത്. ഇപ്പോൾ സിജോ സാർ, ഞാൻ അവരുടെ കമ്പനിക്ക് ട്രെയിനിങ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ വരുമ്പോൾ ഈ മാത്യു സാറിൻ്റെ ഒക്കെ ഓൺലൈൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഓൺലൈൻ പറഞ്ഞാലും കോവിഡിന് ശേഷം ഞാൻ എപ്പോഴും പറയും ഒരു എക്സ്പീരിയൻസ് എക്കണോമി എന്ന് പറഞ്ഞൊരു എക്കണോമി രൂപപ്പെട്ട് വരുന്നുണ്ട്. നിങ്ങൾ എവിടെ പോയാലും ഓൺലൈനൊക്കെ എന്ത് തന്നാലും തരാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ, ആളുകൾ ഭക്ഷണം കഴിക്കാനല്ല ഇപ്പോൾ ഹോട്ടലിൽ പോകുന്നത്, ആളുകൾ പോകുന്നത് എക്സ്പീരിയൻസ് കിട്ടാനാണ്. ആളുകൾ ഓക്സിജനിൽ ചെല്ലുന്നത് മൊബൈൽ മേടിക്കാനല്ല, അവിടെ വേറൊരു എക്സ്പീരിയൻസ് കിട്ടുമോ എന്ന് നോക്കുക. ആ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സ്ഥാപനത്തിന് ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല. എക്സ്പീരിയൻസ് കൊടുക്കാതെ പ്രോഡക്റ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാകും. ഓൺലൈൻകാരി അവരെ കയറി മെയ്യുമെന്നാണ്. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. ഈ പേട്ടയിൽ ഒരു ഹോട്ടലുണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറച്ച് ഉള്ളിലോട്ട് പോയി. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ കുടുംബവുമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ 200 രൂപ മാറ്റി വയ്ക്കും അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അയാൾക്ക് ആ 200 രൂപ കൊടുക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. ആ വാതിൽ തുറന്നു കൊടുത്ത് നമ്മൾ കയറ്റി അത് ഇരുത്തി ഒരു സെക്യൂരിറ്റി നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ തൊടുകയാണെന്നാണ്. അപ്പോൾ എക്സ്പീരിയൻസ് എമോഷണലാണ്. എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും ഈ ലോകത്ത് പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം ആളുകൾ ഇനി നടക്കാൻ പോകുന്നത്, യാത്ര ചെയ്യാൻ പോകുന്നത്, ആളുകൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, ആളുകൾ ബിസിനസ്സിന് വരുന്ന എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടായിരിക്കും. ആ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കും. അത് ചെയ്യാൻ ആ ഓൺട്രപ്രണർ തയ്യാറാവണം എന്നതാണ് ഏറ്റവും പ്രത്യേകത. കേരളത്തിൽ അത് പൊതുവെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തമിഴ്നാട്ടിൽ പോയാൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നൊരു പ്രെസ്ക്രിപ്ഷൻ കൊടുത്താൽ അവിടെ മരുന്നില്ലെങ്കിൽ അവൻ പറയും, സാർ இந்த കമ്പനി ഇല്ല, വേറെ കമ്പനി തരട്ടുമാൻ ചോദിക്കും. ഇല്ല, എനിക്ക് ഈ മരുന്ന് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവൻ പറയും, സാർ ഗോഡൗണിൽ ഇരിക്കാൻ പാത്തുக்கிறேன்னு പറയും. മെഡിക്കൽ ഷോപ്പിന് എന്ത് ഗോഡൗൺ? ചുമ്മാ പറയുന്ന അവിടെ പോയി മേടിച്ചോണ്ടുന്ന അവൻ ഈ മരുന്ന് നമുക്ക് തരും. കാരണം അവനറിയാം ഈ മരുന്ന് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടാൽ അവിടുത്തെ സർവീസ് മികച്ചതാണെങ്കിൽ ഈ കസ്റ്റമറെ ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഒരു കസ്റ്റമറെ കളയുന്ന ആത്മഹത്യക്ക് തുല്യമാണെന്ന് തമിഴിനറിയാം, മലയാളിക്ക് അറിയില്ല. വന്ന ഈ കൈയടിച്ചോളൂ. അല്ല, ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് ഒരു ട്രെയിനറെ വെക്കുന്നതെന്ന്? ഞാൻ പറഞ്ഞിട്ടേക്കാം. ഇവിടെ മലയാളി ഒരു കസ്റ്റമർ കയറി വന്നാൽ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീക്കില്ല. ഞാൻ എൻ്റെ ഓഫീസിൽ പറയും, കസ്റ്റമർ വന്നാൽ എണീറ്റ് വെക്കണം. കാരണം നിനക്ക് ശമ്പളം തരുന്ന ആരാന്ന് വിചാരിച്ച്? നമ്മളല്ലേ ശമ്പളം തരുന്നത്, ആ വരുന്ന ആളാണ്. അയാൾ വരുമ്പോൾ ഇരിക്കാൻ എന്ത് അവകാശമുണ്ട്? എണീറ്റ് നിൽക്കുക,
അയാളെ ബഹുമാനിക്കുക. നമ്മുടെ ആളത് ചെയ്യില്ല. ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് ചോദിച്ചു നോക്കൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും, ഇല്ലെന്നേ. അപ്പം ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ ഇവനില്ലെങ്കിൽ വേറെ ആൾ. ഈ ആറ്റിറ്റ്യൂഡ് മാറിയാൽ, നല്ല എക്സ്പീരിയൻസ് കൊടുത്താൽ, മലയാളിയെ പോലെ മികച്ചൊരു സാധനം എന്തുകൊണ്ടാണെന്നറിയില്ല, എന്തോ ചില ജനുസിൽ സംഭവിച്ചതാണ്. ഒരു അപാര സാധനമാണ് മലയാളി. പക്ഷേ ഈ കുഴപ്പങ്ങളെ അതിജീവിക്കാൻ കഴിയുമെങ്കിൽ മലയാളി തകർക്കട്ടെ. അവസാനിപ്പിക്കുന്നു. ഇനി ചോദ്യങ്ങളില്ല. താങ്ക് യു. വേറെ ആരൊക്കെ തകർത്തില്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പേര് തകർക്കും. ഉറപ്പല്ലേ? ചെയ്യുവോ? 51% കയ്യിൽ വെക്കാതെ കച്ചവടം വിൽക്കാൻ നോക്കില്ലേ? പുതിയൊരു എന്താ പറയുക, കട തുടങ്ങുന്നതിന് മുന്നേ ഒരു ഓൺലൈൻ ഔട്ട്ലെറ്റ് പ്ലാൻ ചെയ്യില്ലേ? പ്ലാൻ ചെയ്യുവോ? വിശക്കുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ വിശക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാനും പെട്ടെന്ന് തീർക്കുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം. കാരണം എന്തെങ്കിലുമൊക്കെ ടേക്ക് ഹോം നിങ്ങൾ 6 പേരിൽ നിന്ന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സഹകരിച്ചതിൽ വളരെയധികം ഇവരുടെ പേരിലും എൻ്റെ പേരിലും രംഗുവിൻ്റെ പേരിലുള്ള അനസിക്കാടെയും FBയുടെയും ഒക്കെ പേരിലും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്.